ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല നാടൻ രീതിയിൽ ഒരു മത്തങ്ങക്കറി തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 1/4 കിലോ വരും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു അര കഷ്ണം സവാള അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെ നമുക്കിത് തേങ്ങ അരച്ച് ചേർക്കാനായിട്ട് 2 പിടി തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 ചെറിയുള്ളി അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഈ കടുക് താളിക്കാനായിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 2-3 ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ മത്തങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മത്തങ്ങ തൊലിയോട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് കീറിയതും, വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലിത് അരച്ചെടുക്കാം. വെന്ത് വന്ന മത്തങ്ങ നമുക്ക് ഈ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഗ്രേവിക്ക് വേണ്ട പോലെ വെള്ളം എടുത്തിട്ട് ഈ അരപ്പൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ചെറിയ തീയിലിട്ടിട്ട് ഈ അരപ്പൊക്കെ ഇതിനകത്ത് നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടത് വേവിച്ചെടുക്കാം. ഈ അരപ്പ് അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചേർത്ത് ഇത് നമുക്ക് അതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ താളിച്ചത് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് ഈ അടപ്പ് വെച്ച് അടച്ച് കറിയൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഈ മത്തങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മളെ തയ്യാറാക്കിയ ഈ മത്തങ്ങ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക.